വന്ന് വന്ന് ചെമ്പകമംഗലത്ത് ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ എനിക്ക് പേടിയാ. ഉറങ്ങിക്കിടക്കുമ്പോ പാമ്പോ തേളോ കേറി വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എനിക്ക് പേടി. ഹേയ്, ചെമ്പകമംഗലത്തെ അമ്മായിയോ മക്കളെയോ ആരും ഉപദ്രവിക്കില്ല. കാരണം നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്ന് നാട്ടുകാർക്കറിയാം. വൈശാഖല്ലേ ആ നിൽക്കുന്നത്, അവൻ എന്നെ കാത്തു നിൽക്കുക. അവനെ ഇവർക്ക് മനസ്സിലാവോ? അവ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. എങ്കിലും മനസ്സിലായാലോ? ആങ്ങളെയും പെങ്ങളും അല്ലേ? ഇവരെ പറ്റിച്ച് ഇങ്ങനെ അവനെ കാണും. അമ്മായി, നമുക്കൊരു ജ്യൂസ് കുടിക്കാം. എനിക്കൊന്നും വേണ്ട. വന്നേ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. വാ. വേണ്ട മൈഥിലി. ജ്യൂസ് ഏതൊക്കെയാ ഉള്ളത്? എല്ലാം ഉണ്ട്. ഗ്രേപ്സ്, ഓറഞ്ച്, പൈനാപ്പിൾ. മുദ്രാവാക്യൊന്നും വേണ്ട, ഗ്രേപ്പ് മതി. ശരി. അയ്യോ, ഇത് സാരിയില് വീണല്ലോ. കറയാ, വേഗം ചെന്ന് കഴുകു. രാവിലെ നീ എന്നെ വിളിച്ച് വിശേഷങ്ങളൊന്നും പറയായിരുന്നു എന്തുകൊണ്ടാ? അതൊന്നും സാധിച്ചില്ലടാ. ഞാൻ നിന്നെ വിളിക്കുന്നത് മറ്റൊരു മൊബൈലിലൂടെയാണല്ലോ. ആ മൊബൈലിനെ കുറിച്ച് ഇവർക്ക് എന്തോ സംശയം കിട്ടിയിട്ടുണ്ട്. അത് സ്വിച്ച് ഓഫാ. ഓൺ ചെയ്താല് വല്ല സൈബർ സെല്ലുകാരും പിടിച്ചാലൊന്ന് പേടിച്ചാ. അതിന് ആ ഫോണിന്റെ നമ്പർ അവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗങ്ങളില്ലേ? ചെമ്പകമംഗലത്ത് എത്ര മൊബൈലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൃത്യമായും സൈബർ സെല്ലുകാർക്ക് അറിയാം. അത് ഏത് ടവറിന്റെ കീഴിലാണെന്നും അവർക്കറിയാം. പാമ്പിന്റെ പ്ലാൻ ഉഗ്രനായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ലല്ലോ. എന്നാലും എല്ലാവരും ഒന്ന് വിരട്ടാൻ പറ്റി. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചേ? പറയാം. ആളിന്റെ പടം കണ്ടാ മനസ്സിലാവും. മനസ്സിലാവും, കാണട്ടെ. ആ പാമ്പിനെ കൊണ്ടുവന്ന ബംഗാളിയുടെ പടം മീനാക്ഷി അതേപോലെ തന്നെ വരച്ചു. അത് കാർത്തി വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. അവനെ പിടിച്ച ഒരുപക്ഷെ നമ്മളും പെടും. നമ്മളൊന്നും പെടാൻ പോകുന്നില്ല. അവൻ ബംഗാളിയൊന്നുമല്ല, ബംഗ്ലാദേശുകാരന്. പണി പാളിയപ്പോഴേ അവൻ അവന്റെ രാജ്യത്തിലേക്ക് വണ്ടിയേറ്റി അയച്ചു. ഞാൻ പോവാ. എന്റെ ചേച്ചി അവിടെ നിൽക്കുക. അവർക്ക് വല്ലതും പിടികിട്ടിയാലോ? അങ്ങനെയൊന്നും പിടികിട്ടില്ല. എല്ലാം തകർന്നെന്നാ തോന്നുന്നത്. ഇടുമ്പൻ ഒരു ഡ്രാമ കളിക്കണം. വഴിയെ പോയ എന്നെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തുന്നോടാ. ഇവൾക്കിതെന്തു പറ്റി? നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ ഞാനുമായിട്ടെ ഒരു ബന്ധവുമില്ല. എന്നെ വരട്ടാൻ വന്നാലേ ഒടിച്ച് നിന്റെ പല്ല് ഞാൻ എടുക്കും. നിന്നെ അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാനും അനുവദിക്കില്ലടി.
ഒന്നുകിൽ നീ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. പിന്നെ ഇനി ഈ നിമിഷം ജയിലിലാക്കാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? കാർത്തി, ഞാനും കുഞ്ഞമ്മായും കൂടി അമ്പലത്തിൽ പോയിട്ട് വരിക. അമ്മായിതാ അപ്പുറത്ത് നിൽക്കുക. ഇവൻ എന്നെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. എന്താണ് നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ഇവളെയാ. എന്നെ വഞ്ചിച്ചിട്ട് പോയ ഇവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. മര്യാദയ്ക്ക് നീ നിന്റെ വഴിക്ക് പോടാ. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? റാസ്കൽ, പോലീസിനെ പെരട്ടുന്നോടാ. അയ്യോ. കാർത്തി. അയ്യോ, കാർത്തി എന്റെ ആങ്ങളെയും കൂടെയാണല്ലോ അടി. ശോ, ആങ്ങളെ രക്ഷിക്കാൻ ചെല്ലണം. അല്ലെങ്കിൽ വേണ്ട, തടി കേടാവും. പോയേക്കാം. അമ്മായി, അമ്മായി. മൈഥിലി പിന്നെ എന്നെ ചതിക്കുകയാണോ? ഏട്ടാ, ദാ കോഫി. മോളെവിടെ മീനാക്ഷി? അമ്മയുടെ കൂടെ ഉണ്ട്. ആ മീനാക്ഷി, അല്പം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എന്താ കാർത്തിയേട്ടാ? മീനാക്ഷി, സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ആ വൈശാഖിനെയും മൈഥിലിയും കണ്ടു. എങ്ങനെ? എനിക്ക് വേണ്ടത് ഇവളെയാ. എന്നെ വഞ്ചിച്ചിട്ട് പോയ ഇവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ അവളെ കുറിച്ച് പറഞ്ഞപ്പോ ഏട്ടൻ എന്താ പറഞ്ഞത്? തെളിവ് വേണോന്ന്. ഇപ്പൊ തെളിവായില്ലേ? എന്റെ കാർത്തിയേട്ടാ, ഇത് അവളും അവനും കൂടി കളിക്കുന്ന ഒരു ഡ്രാമയാ. ഡ്രാമ കളിക്കാൻ അവളും അവനും ഒട്ടും മോശമല്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ. അവർക്കന്ന് മുങ്ങാൻ വേണ്ടി ആ ഡ്രാമയിൽ എന്നെ ഒരു ക്യാരക്ടറാക്കി മാറ്റി. എനിക്കും അവളെക്കുറിച്ച് നല്ല സംശയമുണ്ട് മീനാക്ഷി. അന്ന് ആ ഗസ്റ്റ് ഹൗസിൽ വെച്ചുണ്ടായ സംഭവങ്ങളോടുകൂടി അത് ബലപ്പെട്ടു. അത് തന്നെയാ. വൈശാഖ് അവളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറും കള്ളത്തരോ. അവര് രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒത്തുകളിയാ ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ഈ മൈഥിലിക്കും പങ്കുണ്ടാവണമല്ലോ. സംശയം എന്താ? അവൾക്കും പങ്കുണ്ടാവും. ആ അന്യസംസ്ഥാനക്കാരന്റെ കയ്യിൽ പാമ്പിനെ വെച്ച് പൂക്കുട്ട ഇവിടേക്ക് വരുത്തിയതും മുത്തശ്ശിയെ കൊല്ലാൻ നോക്കിയതും എല്ലാം ഇവരുടെ പ്ലാനുകൾ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ആ ബംഗാളിയുടെ പടം മൈഥിലി സ്ഥിരീകരിച്ചെന്തിന്? അവനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നെന്തിന്? അതൊക്കെ കള്ളത്തരം കാണിക്കുന്നവരുടെ സൈക്കോളജിക്കൽ മൂവല്ലേ കാർത്തേട്ടാ. ഇതൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ കാർത്തേട്ടന് ഞാൻ പറഞ്ഞു തരണം. എനിക്കവളെ നല്ല സംശയമുണ്ട്. പക്ഷേ
ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ അവൾ എന്നോടും കാർത്തിയേട്ടനോടും ചെയ്തതില് എനിക്ക് അവളോട് പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. അത് സത്യം. പക്ഷെ അത് വെച്ചോണ്ടൊന്നും അല്ല ഞാനിത് പറയുന്നത്. അവൾ ഒരു പഠിച്ച കള്ളിയാ. അവളെ സംശയിക്കാനും സംശയിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. അവള് 2 മൊബൈലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കണ്ടെത്താം, നെറ്റ്വർക്കിലൂടെ. സൈബർ സെൽ വഴി കാർത്തിയേട്ടൻ അതൊന്ന് കണ്ടെത്താൻ നോക്ക്. അപ്പൊ അവളുടെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്താവും. ഇനി മുതൽ അവളെക്കുറിച്ചുള്ള രഹസ്യമായ ഒരു അന്വേഷണത്തിലാണ് ഞാൻ. ആ അല്ല, മുത്തശ്ശിയുടെ അടുത്ത് ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട്. ഉറക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനും മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കാൻ പോവാ. ഏയ്, അതൊന്നും വേണ്ട. മീനാക്ഷി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞുമായി കിടന്ന് ഉറങ്ങിക്കോ. മുത്തശ്ശിയുടെ അടുത്ത് ഞാനിരുന്നോളാം. ഇവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം. അതിനെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും. നല്ലൊരു ശത്രു ഉണ്ടെങ്കിലേ ജീവിതത്തിനൊരു രസമുള്ളൂ. എന്താടി കാക്ക നോക്കുന്ന പോലെ ഒരു നോട്ടം? കാക്കയോ? ആ, കാക്ക തേങ്ങാപ്പൂളും കടിച്ചോണ്ട് പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാ നിന്റെ ഒരു നോട്ടം. കളിയാക്കാതെ ഒന്ന് പോടി. ഞാൻ പോയിക്കൊള്ളാടി. നീ എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താ. താ. ഓ ഇങ്ങോട്ട് വാ മോളെ. കുഞ്ഞിനെ ഇങ്ങോട്ട് താടി. കുഞ്ഞ് നിന്റെ അടുത്തേക്ക് വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? കൊച്ചിനെ കരയിപ്പിക്കല്ലേ. കുഞ്ഞിനെ നീ ബലമായി പിടിച്ചു വെച്ചിരിക്കുക. കുഞ്ഞിനെ ഞാനൊന്നും പിടിച്ചു വെച്ചിട്ടില്ല. എന്താ ഇവിടെ പ്രശ്നം? കുഞ്ഞ് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? വാ മോളെ, വാ മോളെ. കണ്ടോ അമ്മ, എന്റെ കുഞ്ഞിനെ ഇവള് മയക്കിയെടുത്തു. കുഞ്ഞിനെ ഞാൻ മയക്കിയെടുത്തതൊന്നും അല്ല. കുഞ്ഞിനിപ്പോ അവളെ വേണ്ട. കണ്ടോ ഇവള് പറയുന്ന ധിക്കാരം? മീനാക്ഷി, കുഞ്ഞ് വരാത്തത് അതൊന്നും കൊണ്ടല്ല. കൃത്യസമയത്ത് പാല് കിട്ടുന്നിടത്ത് അതങ്ങ് കൂടി. അപ്പപ്പ കാണുന്നവനെ കേറി അങ്ങ് അപ്പാന്ന് വിളിച്ചു കളയും. ഇത് ഞാൻ സഹിക്കില്ല. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മോളെ ഇത്? നീ ഒന്ന് സമാധാനപ്പെട്. മീനാക്ഷി, ബഹളം വെക്കാതെ. കുഞ്ഞു നിന്റെ കയ്യിൽ വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇപ്പൊ വേണം. വാ മോളെ. മോളെ, മാലതി എടുത്തി മീനാക്ഷിയെ വിളിച്ച് വേഗം റൂമിലേക്ക് കൊണ്ടുപോ. 5 മിനിറ്റിനുള്ളിൽ കുഞ്ഞുമായി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. ചെല്ലു. മീനാക്ഷി, വാ. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം മോളെ. കുഞ്ഞിനെ നന്ദിനടുത്ത് കൊണ്ടുവരും. നീ കരയാതൊന്ന് വരാനല്ലേ പറഞ്ഞേ? ചെല്ലും മോളെ. കുഞ്ഞുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. വാ മീനാക്ഷി, എന്റെ മോളെ. വാ. ബാവേ, നോക്ക്, ഇങ്ങോട്ട് നോക്ക്.
ഇത് കണ്ടോ? ആ നോക്കേ. ദാ. അതെ, നിന്റെ തരികിടകളൊന്നും കുഞ്ഞിനോട് വേണ്ട കേട്ടോ മോളെ. ദാ. ഹാ? ഹായ്, കണ്ടോ? ചക്കര വാവേ, മുത്തുക്കുട്ടി. വൈകുമോള് വാ വാ വാടാ. ഇത് വേണ്ടേ? വാ. അങ്ങനെ. ആ, ഇത്രയേ ഉള്ളൂ കാര്യം. നീ വലിയ അമ്മയൊന്നും ചമയണ്ട. നിനക്ക് അമ്മയാവാൻ പറ്റില്ല. അല്ലെങ്കിലും ചെമ്പകമംഗലത്തെ സന്തതിയല്ലേ, നന്ദി കിട്ടതും. ഇതെനിക്ക് താങ്ങാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ മീനാക്ഷി, നീ ഇങ്ങനെ കരയാതെ. കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. കുഞ്ഞ് അവളുടെ കൈ തന്നെ ഇരിപ്പുണ്ടല്ലോ. ചെറിയമ്മയ്ക്കറിയില്ല എന്റെ മനസ്സിലെ വിഷമം. എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും. എന്നുവെച്ച് ഇത്രയും നീ കരയേണ്ട കാര്യമൊന്നുമില്ല. എത്ര കൊള്ളൂലെങ്കിലും ആ കുഞ്ഞിനെ പ്രസവിച്ച് തള്ളയല്ലേ അവള്. അതുകൊണ്ട് അവള് പെട്ടെന്ന് വെച്ച് ഞാൻ എന്റെ കുഞ്ഞിനെ അവക്ക് കൊടുക്കണോ? അതല്ല മീനാക്ഷി ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ അത് ജനിച്ചപ്പോ മുതല് അതിനെ വളർത്താൻ എന്റെ ഈ കയ്യിൽ തരണ്ടായിരുന്നു. അയ്യോ, ഞാൻ അവളെ ന്യായീകരിച്ച് പറഞ്ഞൊന്നുമല്ല. പാല് കൊടുക്കുന്നത് ആരാണോ അവരോട് കുഞ്ഞിന് കൂറ് കാണും. ആ കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പോരാതെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല. അവള് മനഃപൂർവ്വം എന്റെ കുഞ്ഞിനെ അവള് മനഃപൂർവ്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാ. അത് പിന്നെ ശരിയായിരിക്കും. അവൾക്കിപ്പം പോക്കടം ഒരിടത്തും ഇല്ലല്ലോ. കുഞ്ഞ് അവളെ അള്ളിപ്പിടിക്കുന്നു, അവൾ ഇവിടെ അള്ളിപ്പിടിക്കാൻ നോക്കുന്നു. ചെറിയ മേലെങ്കിലും അവളുടെ പക്ഷം അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് പിന്നെ എനിക്ക് നന്ദിനിയിടത്തോട് നിന്നോടുമൊക്കെ വൈരാഗ്യമുണ്ട്. നിങ്ങളെ തോൽപ്പിക്കാൻ ഞാൻ അവളോടൊപ്പം നിൽക്കുന്നതാ. അത് അവളോടുള്ള സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. ഞാനിത് നേരത്തെ വിചാരിച്ചതാ. അവൾ ഇതിനപ്പുറം ചെയ്യും. പാല് കൊടുക്കാൻ അവളെ സമ്മതിക്കരുതെന്ന് ഞാൻ ACPയോട് പറഞ്ഞതാ. ACP കേട്ടില്ല. കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ കാർത്തിക് എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷി? ഇതിൽ കൊടും വിഷം. അവള് തേപ്പ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അവളോട് അടുക്കുന്ന ആണുങ്ങൾ ആരായാലും അവൾ അവനെ തേച്ചൊട്ടിക്കും. മീനാക്ഷി, എന്താ മോളെ ഇത്? കരയാതെ. ഇതാ നിന്റെ കുഞ്ഞ്. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ. അത് കൈകാട്ടി വിളിച്ചതോടെ എന്റെ കൂടെ ഇങ്ങി പോന്നു. ഇതുങ്ങൾക്ക് ഇതുവല്ലോ അറിയോ? 2 മാസത്തെ കാലാവധിയാ പാല് കൊടുക്കാൻ. അത് കുറച്ചു ദിവസത്തിനുള്ളിൽ തീരും. അത് കഴിഞ്ഞ മൈഥിലി കുട്ടിയുടെ അരികത്ത് പോലും വരില്ല. കാരണം അവൾ ഒരമ്മയല്ല. ഇതിന്റെ അമ്മ ഞാൻ എന്റെ പൊന്നുമോളെ, ഈ അമ്മ ഇട്ടച്ചെങ്കും പോവല്ലേ. ഒരു നിമിഷം പോലും എന്റെ അടുത്തുനിന്ന് മാറിപ്പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്.
മീനാക്ഷി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. നിന്റെ സങ്കടം എനിക്കറിയാം. ഞാനോ നീയോ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ഇങ്ങനൊരു കാര്യം. ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമ്മൾ ചെയ്തു പോയതല്ലേ. പാല് കൊടുക്കാൻ കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചു കഴിഞ്ഞ കുഞ്ഞ് പിന്നെ എന്റെ അടുത്തേക്ക് വരികയില്ല. ഈ മുലയൂട്ടൽ കാലാവധി കഷ്ടിച്ച് ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കും മീനാക്ഷി.